ക്ഷേമ പെൻഷൻ മുടങ്ങിയത് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പെൻഷൻ നൽകാനായി ഇന്ധന സെസ് ഏർപ്പെടുത്തിയിട്ടും 6 മാസത്തെ കുടിശ്ശികയുണ്ടെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്നും കുടിശ്ശിക വേഗത്തിൽ നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ളത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. പെൻഷൻ മുടങ്ങാൻ കാരണം കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തതാണെന്നും ധനമന്ത്രി ആവർത്തിച്ചു. തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന സമയത്ത് തന്നെ മറുവശത്തു കൂടി അതിശക്തമായ ആക്രമണം കേന്ദ്രത്തിന്റെ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണെന്നാണ് സർക്കാർ പറയുന്നതെന്ന് PC വിഷ്ണുനാഥ്. പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ നികുതിയും കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, ഭവന നിർമ്മാണത്തിനുള്ള എല്ലാ നികുതിയും കൂട്ടി, എന്നിട്ടും മദ്യത്തിന്റെ മേലുള്ള സെസ് ഏർപ്പെടുത്തി, എന്നിട്ടും പെൻഷൻ മാത്രം കിട്ടുന്നില്ല. ഉള്ള പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സർക്കാർ എങ്ങനെയാണ് 2500 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബഹളം ഉണ്ടാക്കി. 14 ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങളുടെ 2 പാർട്ടിയുടെയും ആ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം.